ഞാനിപ്പോ വീഴോ ഇതാ വീണു. ഹലോ പ്രേക്ഷകരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേപ്പാളിലാണ് ഉള്ളത്. നേപ്പാളിലെ ഗാന്ത്രോക്ക് വില്ലേജിലാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു വില്ലേജാണ്. ഇപ്പോൾ പുലർച്ചെ 6 മണിയാണ് സമയം. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഒരുപാട് മലനിരകൾക്ക് ചെരുവിലായിട്ടാണ് ഈ ഗ്രാമം ഉള്ളത്. അന്നപൂർണ ബേസ് ക്യാമ്പിനൊക്കെ അടുത്തായിട്ടാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിൻ്റെ പ്രധാന വരുമാന മാർഗം ടൂറിസ്റ്റുകൾ തന്നെയാണ്. ഒരുപാട് കോട്ടേജസ് അതിനായിട്ട് ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഇവർ അത് ഗാർഡനിങ്ങും ഒക്കെ ഒരുക്കിയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ടൂറിസ്റ്റുകളെ ആകർഷിച്ചിട്ടുള്ളത്. ഹലോ, സേ ഹായ്. ഹായ്. കുറേ കുട്ടികളെ കണ്ട് അവർ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചിട്ട് ആണ് നിൽക്കുന്നത്. പൊക്കാറ സിറ്റിയിൽ നിന്ന് ഏകദേശം 54 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം. ഇവര് ഡാൻസ് കളിക്കണ ഇവിടെ റീൽ എടുക്കാണ്. ഇവിടെ നിന്ന് നാണായി ഡാൻസ് കളിച്ചോണ്ടിരിക്കണേ. ഞങ്ങള് ഈ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നടക്കാണ്. സ്റ്റെപ്പുകൾ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ, വലിയ കയറ്റില്ലാണ്ട്. ഇവിടുത്തെ വില്ലേജസ് തോന്നുന്നു. ഇന്ത്യ, കേരള. അപ്പൊ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഹായ്. അവിടെ കോഴിയൊക്കെ ഉണ്ട്. കോഴികൾ കണ്ടോ വില്ലേജില്? ഇതൊക്കെ ഇവരുടെ വീടാണ് കേട്ടാ. അങ്ങനെ അങ്ങോട്ട് കയറും. ഇതൊക്കെ കണ്ട വളരെ മനോഹരമായിട്ടുള്ളൊരു വില്ലേജാണ് കേട്ടോ. നല്ല നാച്ചുറലായിട്ട് ഒരുക്കിയിട്ടുണ്ട് അവർ. ഇത് വെള്ളം കുടിക്കാൻ പറ്റുന്ന വാട്ടർ. അത് മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇവരിങ്ങനെ വളക്കാൻ നോക്കുക. വടയുന്നില്ല. ഹലോ. ഇത് കാട്ടുകൂടൊക്കെ പോകണ്ട് ഗൈസ്. എങ്ങോട്ടൊക്കെ പോണെന്നറിയില്ല. അയ്യോ, മുകളിലേക്ക് ആ ഡോഗിന്റെ പിന്നാലെ പോകണല്ലോ. ഈ റോഷം നിക്കല് എടുക്കല്ലേ. ഗൈസ്, ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള കയറ്റാണ്. കുത്തനെയുള്ള കയറ്റം ഗൈസ്. ഗൈസ് ഇപ്പൊ ഇറങ്ങി വന്നതാ. അങ്ങനെ കയറി വന്നാലുള്ള കാഴ്ചതാ. ഇതൊക്കെ ഓരോ ടൂറിസ്റ്റിന് വേണ്ടിട്ട് ഒരുക്കി വെച്ചു കൊടുത്തത് റൂമുകളൊക്കെ. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്നിട്ടാണ്.
അവനിതൊന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല, ഒരു മെയിൻറ്റും ഇല്ല. ഹലോ, ഇതൊക്കെ ഒരു ഹോം സ്റ്റേ ആണ്. ഇതൊക്കെ വില്ലേജിന്റെ ഭാഗമായിട്ടുള്ള ഗ്രാമങ്ങളാണ്. ഇത് കണ്ടോ ഗൈസ്, മുഖമൊക്കെ ചോന്നിക്കണം. ഇങ്ങനെയൊന്നല്ല എൻ്റെ മുഖം, തണുപ്പ് കൊണ്ട് മുഖം ചോന്നിക്കണം. പിന്നെ സൂര്യന് ഇത് വളരെ പ്രത്യേക വ്യൂ ആണ് ഗൈസ്, അടിപൊളിയല്ലേ? ഇതാണ് ഗൈസ് ഗാന്ത്രോക്ക് വില്ലേജ്. ഗാന്ത്രോക്ക് വില്ലേജിന്റെ ഭംഗി ഇതാണ് ഗൈസ്. നമുക്ക് അവിടെ അങ്ങ് അകലെ ഹിമാലയ സാനുക്കളുടെ മലനിരകളില് കാണാം. അത് മേഘം കൊണ്ട് മൂടിയിരിക്കണ്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം, നമുക്ക് നല്ല വ്യൂ കിട്ടും. അപ്പൊ കാണിച്ചു ഗൈസ്, ഇത് കണ്ടോ, മേഘം കൊണ്ട് മൂടിയിരിക്കണ വില്ലേജ്. ഇന്ന് ഗൈസ് ഞങ്ങൾ കുറെ നേരം നിന്നിട്ടും അവിടെ ആ മേഘങ്ങൾ മാറുന്നില്ല. അതിൻ്റെ ആ ക്ലാരിറ്റി ഇന്ന് കുറവാണ്. പക്ഷെ എന്നാലും നല്ല ഭംഗിയാണ്. ഇവിടെ കണ്ടില്ലേ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോരുത്തർ പ്രോപ്പർട്ടീസാണ്. അവര് വീട് ഇതെല്ലാം അവരിങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വീടുണ്ടാക്കി വെച്ചിരിക്കുക, ഇങ്ങനെ താമസിക്കാനും വല്ലോ. ഇതിനൊക്കെ ഓരോ പേരുണ്ട്. ഇത് ഗൈസ് എവിടെ തിരിഞ്ഞിട്ടാണല്ലോ കാണുന്നത്. ഇത് ഗൈസ് വായിക്കുക ഗാന്ത്രോക്ക് എന്നാണ്, ഗാന്ത്രോക്ക് ഗസ്റ്റ് ഹൗസ്. ഇത് ഇവരുടെ വീടാണ് ഗൈസ്. വന്ന പടികൾ അത്രയും തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാൻ വലിയ പ്രശ്നമല്ല, സ്മൂത്തായി ഇങ്ങനെ പോകും. പക്ഷെ കയറുമ്പോഴാണ് ഗൈസ് വോയിസൊക്കെ ആകെ കിതക്കുക. അതിസാഹസികമായിട്ട് മരത്തിനൊക്കെ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കണം. ഞാനിപ്പോ വീഴോ ഇതാ വീണു ഇല്ല. ഷാഹിദ് ഇറങ്ങോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് ഇറങ്ങി. ഓന് യൂട്യൂബിലൊന്നും വരാൻ താല്പര്യമില്ലാന്ന്. വേണ്ട അറിയുന്നുണ്ട്. ഇവിടെ എന്നെ കാണിച്ച് പറഞ്ഞിട്ട് ആൾക്കാർ വരുന്നു. ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലം. നല്ല ക്ലീൻ ആയിട്ടുള്ള പാതകളും ഇതൊക്കെ. സാധന സാമഗ്രികൾ അധികം കുതിരയുടെ പുറത്താണ് ഇവർ കൊണ്ടുവരും. കാരണം ഇത്രയും ദൂരം ഇവർക്ക് ട്രാൻസ്പോർട്ട് ഇല്ലല്ലോ, വണ്ടികളൊന്നും കഴിയില്ലല്ലോ. വ്യൂവേഴ്സ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കുതിരയുടെ പുറകെ പോവാണ്. എനിക്ക് ചെറിയ പ്രാന്തുണ്ടെന്ന് ഇവർക്കൊക്കെ തോന്നും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. റെഡിക്കുണ്ട് ഇത്ര. ഗൈസ് അവര് പോകുന്ന കണ്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഗൈസ്. ഇത് നമ്മുടെ ഗാന്ത്രോക്ക് വില്ലേജ് ഗൈസ്. ഞാൻ ഓടുക ഗൈസ്. വഴിയൊന്നും എനിക്കറിയില്ല, എങ്ങനെയും അവിടെ എത്തണം. അതതിൻ്റെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് വന്നു. എന്നാലും കുറച്ച് വിഷ്വൽസ് എടുക്കാൻ പറ്റുമല്ലോ, നമ്മളെ ഉദ്ദേശം അപ്പം അതല്ലേ. നെല്ല്, ഇവിടെ കരിമ്പ്, പോള, ഇത് മത്തന്. ഇവരുടെ കൃഷി പെരയുടെ പുറത്ത് മത്തനൊക്കെ നമ്മളെ വീട്ടിലുള്ള പോലെ തന്നെ. ഇവരുടെ കൃഷി സ്ഥലമാണ്.
ഞങ്ങൾ താമസിക്കുന്ന വീട് ഇതാണ് ഗൈസ്. ബ്രീസ്. ഈ ഗ്രാമത്തെ തലോടുന്ന സൂര്യന്റെ കിരണം വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ ബാഗ് പാക്ക് ചെയ്ത് പോവാണ്, തിരിച്ചു പോവാണ്. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. സ്റ്റെപ്പൊക്കെ ഇന്നലെ ഇറങ്ങിയതാണ്, കയറിയതാണ്. ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ ഈ കണ്ട വഴിയൊക്കെ താണ്ടിയിട്ടാണ് ഇന്നലെ നമ്മൾ അവിടെ കയറിയത്. രാത്രി ആയതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ വില്ലേജസാണ്. ഇവരുടെ വീടാണ് ഇതൊക്കെ, ചെറിയ ചെറിയ വീടാണ്. ഇന്നലെ കയറി കുറേ പ്രാവശ്യം ഇറങ്ങി കയറി, കുറേ പ്രാവശ്യം ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഇവരിത് വൃത്തിയാക്കണുണ്ടല്ലേ. അതുകൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവർ ഇത്രയും വൃത്തിയിലിരിക്കണത്. അവിടെ പരിപാടി ഉണ്ട് തോന്നുന്നു. ഇവർ ചട്ടിയും പാത്രമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കുറേ ഗല്ലിയാണ്. ഇത് അടിയിലെത്തണമെങ്കിൽ കാല് വേദന എടുക്കുന്നുണ്ട്. കാല് വേദന എടുക്കുന്നുണ്ട്. കുതിര കുതിര സവാരി ഉണ്ട്. കുതിരയുടെ മുകളിൽ ആൾക്കാർക്ക് കയറി പോവാം. ഇന്നലെ രാത്രി ആയതുകൊണ്ട് നമുക്കന്ന് കാണാൻ പറ്റില്ല. അപ്പൊ കാന്ത്രോക്ക് വില്ലേജിനോട് ബൈ ബൈ അറിയാണ്. हिमाल देखा? हिमालय अभी ऐसा है ना, अरे सुबह तो खुला था ना. सुबह हाँ, आप लोग थोड़ा थोड़ा देखा. आप लोग बहुत सो गया. हाँ. सुबह में बहुत टाइम सो गया. അപ്പോൾ കാന്ത്രോക്ക് വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോവുകയാണ്, തിരിച്ച് പോവുകയാണ്. എന്താ ഇവിടെ ബാഗ് പാക്ക് ചെയ്ത് തുടങ്ങി. നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനി അടുത്തത് കാഠ്മണ്ഡുക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും